ബട്ട് ഈ സമയം മുഴുവനും നിങ്ങളുടെ കൂട്ടുകാർ വെറുതെ അടി കണ്ടു നിൽക്കുകയല്ല, അവർ ആ കൂട്ടത്തിന്റെ അൽഫയുടെ പെർഫോമൻസ് വിലയിരുത്തുകയായിരുന്നു. അവർക്കാർക്കെങ്കിലും ഇങ്ങനെ തോൽപ്പിക്കാൻ പറ്റുമോ എന്നറിയാൻ. പക്ഷേ കൂട്ടത്തിലെ ഏറ്റവും ശക്തനായ നിങ്ങളുടെ തന്നെ പരിതാപകരമായ അവസ്ഥ കണ്ടതുകൊണ്ട് അവർ അധികം ഭാഗ്യ പരീക്ഷണങ്ങൾക്കൊന്നും നിൽക്കുന്നില്ല. എന്തായാലും അടിയുടെ ഭാഗമായി ലഭിച്ച എല്ലാ മെഡലുകളും ദേഹത്ത് ധരിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഗ്യാങ്ങിന്റെ അടുത്തേക്ക് തിരിച്ചു പോകുന്നു. സാരമില്ല, പരാജയങ്ങൾ വിജയത്തിന്റെ ചവിട്ടുപടിയാണെന്ന് പറഞ്ഞ് അവർ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നു. അതേ എന്ന് പറഞ്ഞ് നിങ്ങളും ആശ്വസിക്കുന്നു. അങ്ങനെ കുറച്ചു കാലത്തെ റെസ്റ്റിനൊക്കെ ശേഷം വഴിയിൽ വെച്ച് കണ്ട മറ്റൊരു അൽഫയുമായി നിങ്ങൾ ഏറ്റുമുട്ടുന്നു. പക്ഷേ ഇതും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ വിജയത്തിലേക്കുള്ള മറ്റൊരു ചവിട്ടുപടിയായി. ആദ്യം വിചാരിച്ചിരുന്നത് പോലെ ഈ അധികാരം ഏറ്റെടുക്കുന്ന പരിപാടി അത്ര സിമ്പിൾ അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. പക്ഷേ നിങ്ങളുടെ പിതാവും ഇതുപോലെ ഒരുപാട് പരാജയങ്ങൾക്ക് ശേഷം അൽഫയായതാണ് എന്ന കഥകൾ നിങ്ങൾ ഓർക്കുന്നു. അത് നിങ്ങൾ പ്രചോദനമായി ഉൾക്കൊള്ളുന്നു. ഇതൊക്കെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാണല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ വീണ്ടും സമാധാനിക്കുന്നു. അങ്ങനെയിരിക്കെ വീണ്ടും മറ്റൊരു വിന്റർ വരുന്നു. നിങ്ങളുടെ രോമങ്ങളൊക്കെ കട്ടിയുള്ളതായി മാറുന്നു.